കത്തോലിക്ക സഭയിൽ ഒരു ശുദ്ധികലശം ആവശ്യമാണോ? ഈയിടെ മാർപ്പാപ്പ ഒരു പ്രസ്താവന ഇറക്കി. കന്യകാ മറിയം സഹരക്ഷക അല്ല. അത് ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. ദൈവവിശ്വാസമുള്ളവർക്ക്, അല്ലാത്തവർ ഇത് നോക്കിയിട്ട് വായിച്ചിട്ടോ കാര്യമില്ല. കാരണം മറ്റ് മതക്കാർക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ ദൈവങ്ങളും വിശ്വാസങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ച് കത്തോലിക്കർ അവരുടെ വിശ്വാസം ശരിയായ രീതിയിലാണോ പോകുന്നത് എന്നുള്ള എൻ്റെ ഒരു അന്വേഷണം മാത്രമാണ്. ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനം, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പം ബൈബിളിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം കത്തോലിക്ക സഭ പറയേണ്ടതും അല്ലെങ്കിൽ വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത് ബൈബിളിനെ അടിസ്ഥാനമാക്കിയാണ്. അതിൻ്റെ ബേസിക് ബുക്ക് എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പം പോപ്പ് പറഞ്ഞിരിക്കുന്നു കന്യകാ മറിയം സഹരക്ഷക അല്ല. സഹരക്ഷകയാണെന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല, യേശുനാമം അല്ലാതെ. അതിൽ തന്നെ ക്ലിയറാണ്. വേറൊരു നാമവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുനാമം മാത്രം തന്നെ. പിന്നെ എന്തുകൊണ്ട് ഈ കത്തോലിക്കർ പണ്ട് തൊട്ടേ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്നു? പുണ്യവാന്മാരോട്, കന്യകാ മറിയത്തോട്. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധന്മാരോടോ അല്ലെങ്കിൽ കന്യകാ മറിയത്തോടോ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടില്ല. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും. ഇപ്പോൾ കണ്ടുവരുന്നത് കത്തോലിക്ക കുടുംബങ്ങളിൽ വൈകിട്ടുള്ള സന്ധ്യാപ്രാർത്ഥന ആദ്യം തുടങ്ങുന്നത് തന്നെ മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, കന്യകാ മറിയം എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയാണ്. അതായത് ഗബ്രിയേൽ ദേവദൂതൻ കന്യകാ മറിയത്തോട് പറഞ്ഞ മെസ്സേജ്, അറിയിപ്പ് കൊടുത്തത് കൃപ നിറഞ്ഞവളെ സ്വസ്തി, സ്ത്രീകളിൽ നീ ഏറ്റവും അനുഗ്രഹീതയാണ് എന്നാണ്. അതുകൊണ്ട് മാതാവിനെ ഒരിക്കലും ഇകഴ്ത്തി പറയുന്നത് ശരിയല്ല. എങ്കിലും ഇപ്പോഴത്തെ കുടുംബ പ്രാർത്ഥനകളിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടം വരെ ഇപ്പോഴും ചൊല്ലാം. കാരണം അത് ഗബ്രിയേൽ ദൈവദൂതൻ കന്യകാ മറിയത്തോട് പറഞ്ഞതാണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് വീണ്ടും ഏറ്റുമല്ലോ. കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അത് കഴിഞ്ഞുള്ളതാണ്. നിൻ്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഞാൻ ചിന്തിച്ചിട്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ആദ്യം മുതലേ ഉള്ള എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനായ ഈശോ മിശിഹായോട് നമ്മൾ പറയുകയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അത് തിരിച്ചല്ലേ പറയേണ്ടത്? ദൈവമല്ലേ നമ്മളോട് പറയേണ്ടത് നീ അനുഗ്രഹീതനാണ്, അല്ലെങ്കിൽ എൻ്റെ കൃപ നിനക്കുണ്ട് എന്ന്. ഇത് ഈ കൊന്തയ്ക്കകത്ത് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. അത്രയും ഓക്കെ. അങ്ങേ നിൻ്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതായത് വെറും സൃഷ്ടിയായ നമ്മൾ സൃഷ്ടാവിനോട് പറയുകയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നമ്മളങ്ങോട്ട് ഓർഡർ ചെയ്യുകയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അത് ഒരു ശരിയായ പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയൊക്കെ ഓക്കെ. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഓക്കെ. നിൻ്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് നമുക്ക് എന്താണ് പറയാനുള്ള റൈറ്റ്? വെറും സൃഷ്ടിയായ നമ്മൾ സൃഷ്ടാവിനോട് പറയുകയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങനെ പറയാൻ ശരിക്കും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, അത് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതും
ഇപ്പോഴത്തെ ഇതനുസരിച്ച്, ഇപ്പോഴത്തെ എന്നല്ല, ബൈബിളിലനുസരിച്ച് ആ മധ്യസ്ഥ പ്രാർത്ഥന ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം: നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ ഈശോയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നുവല്ല. എങ്ങനെ ചൊല്ലാം? അല്ലെങ്കിൽ നിന്റെ ഉദരഫലമായ ഈശോയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നും വേണമെങ്കിൽ ചൊല്ലാം. അത് കഴിഞ്ഞ് വരുന്ന പ്രാർത്ഥനകളിൽ മുഴുവൻ മറിയത്തോടുള്ള പ്രാർത്ഥനയാണ്. കൊന്ത, ലുത്തിനിയ, ഇതെല്ലാം മറിയത്തോടുള്ള. അപ്പം ഇപ്പോഴത്തെ കത്തോലിക്ക കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന നോക്കിക്കഴിഞ്ഞാൽ ഒരു 100% 80% മാതാവിനോടുള്ള പ്രാർത്ഥനയാണ്. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ഈ മാതാവിനോടുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരുഹൃദയത്തോടെ ഈശോയോടുള്ള ലുത്തിനിയ ഉണ്ടായിരുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ എന്നും പറഞ്ഞുകൊണ്ടുള്ള ലുത്തിനിയാണ്. ഇപ്പോൾ അത് ആരും ചൊല്ലിക്കാണുന്നില്ല. അതായത് ഗ്രാജ്വലി മാതാവിൻ്റെ പ്രാർത്ഥനയാണ് കൂടുതൽ. പക്ഷെ ഇവരെ വൈദികരോ അല്ലെങ്കിൽ അവരൊക്കെ പറയാം, അത് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതുള്ളൂ, നമ്മൾ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മൾ സ്തുതി അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നത് മുഴുവൻ ദൈവത്തോടാണ് എന്ന് പറയുമെങ്കിൽ തന്നെയും എല്ലാ പള്ളികളിലും പ്രാർത്ഥനകളും കൂടുതൽ, പ്രത്യേകിച്ച് ചില മാതാവിൻ്റെ പേരിലുള്ള പള്ളികളിലൊക്കെ ആണെങ്കിൽ കുർബാന കഴിഞ്ഞ് പിന്നെ കുറച്ച് സംഘടനകളൊക്കെയാണ്, അവരൊക്കെ പള്ളിമുറി ഇരുന്നിട്ട് വീണ്ടും കൊന്തയെഴുത്താണ്. അതായത് ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പേരിലുള്ള പള്ളികളിൽ തിരുനാളിൻ്റെ തലേദിവസം പ്രദക്ഷിണത്തിൻ്റെ അന്ന് ഒരു പ്രസംഗം കാണും. ആ പ്രസംഗത്തിൽ എപ്പോഴും ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: കാനായിലെ കല്യാണത്തിന് മാതാവ് യേശുവിനോട് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് യേശു വെള്ളം വീഞ്ഞാക്കി, അതുകൊണ്ട് മാതാവ് മധ്യസ്ഥയാണ് എന്ന്. ആ കാലത്ത് യേശുവിനോട് ആവശ്യപ്പെട്ടവർക്കെല്ലാം യേശു കാര്യം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. കുരുടന് കാഴ്ച കൊടുത്തു, അതുപോലെ കുളത്തിൻ്റെ അരികിൽ നിന്ന് കുരുടന് കാഴ്ച കൊടുത്തു, അതുപോലെ ചെകിടർക്ക് കേൾവി കൊടുത്തു. ആരൊക്കെ ആവശ്യപ്പെട്ടോ അവർക്കെല്ലാം സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാതാവിൻ്റെ ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ബൈബിളിൽ. മധ്യസ്ഥയാണെന്നുള്ളതിനൊരു സ്ഥിരീകരണത്തിന് വേണ്ടി ഇവർ പറയുന്നത് കാനായിലെ വെള്ളം വീഞ്ഞാക്കാൻ യേശു മാതാവ് മറിയത്തോട് കൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ബൈബിളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പരിശുദ്ധ മറിയത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ എന്നും പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും കന്യകാമാതാവ് ജന്മപാപമില്ലാതെ ആണ് ജനിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. ജന്മപാപത്തോടു കൂടിയാണ് എല്ലാ മനുഷ്യരും ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച്. ഇനി വേണമെങ്കിൽ നമുക്ക് മറിയത്തെ പരിശുദ്ധയായിട്ട് വിളിക്കാം. കാരണം ഏകദൈവൻ, ഭൂമിയിൽ ജനിച്ച എല്ലാവരും പാപത്തോടു കൂടിയാണ് ജനിച്ചത്. അതിലാരും പരിശുദ്ധരില്ല. ഏകദൈവം, ഏക പരിശുദ്ധൻ ദൈവം മാത്രമാണ്, അല്ല യേശുക്രിസ്തു മാത്രമാണ്. നീയല്ലോ ഏക പരിശുദ്ധൻ എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ കന്യകാമറിയത്തെയും വേണമെങ്കിൽ പരിശുദ്ധയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ദൈവം മനുഷ്യനായിട്ട് മാതാവിൻ്റെ ഉദരത്തിൽ പിറന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പരിശുദ്ധൻ ഒരു ഉദരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഉദരം പരിശുദ്ധമാകും, അല്ലെ ആ ദേഹം പരിശുദ്ധമാകും എന്ന് വേണം പറയാം. അതായത് പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നീ നിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പറയാം, യേശുക്രിസ്തു ജനിച്ചത് മാതാവിൻ്റെ ഉദരത്തിലായതുകൊണ്ട് മാതാവ് പരിശുദ്ധയാണ്. അപ്പോൾ ഈ ജന്മഭാവം ഉണ്ടെങ്കിൽ എന്നാ കുഴപ്പം, പരിശുദ്ധയാണെന്ന് പറയാമല്ലോ. അതുപോലെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഓഗസ്റ്റ് 15, അതും ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാതാവ്
ആരോഹണം നടത്തി, സ്വർഗത്തിലേക്ക് ആരോഹണം നടത്തിയെന്ന്, സ്വർഗാരോഹണം നടത്തിയെന്ന് ബൈബിളിൽ ഒരിക്കലും പറഞ്ഞു. അത് കത്തോലിക്ക സഭ പറഞ്ഞതാണ്. അതായത് ഈ പെന്തക്കോസ്ത് സഭകൾ മാതാവിനെ പരമാവധി ഇകഴ്ത്തി പറയും. പക്ഷേ അതിന് വിപരീതമായിട്ട് കത്തോലിക്ക സഭ പരിധിയിൽ കൂടുതൽ മാതാവിനെ പുകഴ്ത്തി കൂടുതൽ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അതാണിപ്പോൾ സംഭവിച്ചത്. പിന്നെ ഈ പരിശുദ്ധൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഈശോയ്ക്ക് മാത്രമാണ്. പഴയ നിയമത്തിലാണെങ്കിൽ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിച്ച വ്യക്തികളാണ് മോശയെ ആരും പരിശുദ്ധനെന്നോ വിശുദ്ധനെന്നോ പറയുന്നില്ല. എബ്രഹാം പരിശുദ്ധനെന്നോ വിശുദ്ധനെന്നോ പറയുന്നില്ല. അതുപോലെ യേശുവിൻ്റെ കൂടെ നടന്ന സ്ലീഹന്മാരെ, പത്രോസെ, പൗലോസെ, അവരെയൊക്കെ നമ്മൾ വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. അതായത് കത്തോലിക്കരുടെ കുമ്പസാരത്തിനുള്ള ജപത്തിൽ അവർ ചൊല്ലുന്നത് മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ. അപ്പോൾ അവരൊക്കെ വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. അതായത് ആദ്യത്തെ മാർപ്പാപ്പ എന്ന് പറയുന്നത് പത്രോസാണ്. പത്രോസിനെ ഒരിക്കലും പരിശുദ്ധൻ കത്തോലിക്ക സഭയോ അല്ലെ ബൈബിളിലോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പത്രോസിനെ വിശുദ്ധ പത്രോസ് എന്ന് വിളിക്കുകയും പത്രോസിൻ്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരെ വന്നപ്പോഴത്തേനും അവർക്ക് കുറച്ചുകൂടെ സ്ഥാനക്കയറ്റം കൊടുത്തു. അവരെ പരിശുദ്ധരാക്കി. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോഴത്തെ പരിശുദ്ധ മാർപ്പാപ്പ, അതുപോലെ മറ്റ് പരിശുദ്ധ പരിമല തിരുമേനി, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ, എല്ലാവരെയും പരിശുദ്ധരാക്കി. ദൈവം മാത്രമാണ് പരിശുദ്ധൻ, മറ്റവരാരും പരിശുദ്ധരല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പത്രോസിനെയും പൗലോസിനെയും വിശുദ്ധന്മാരായിട്ട് വിളിക്കുകയും പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ കത്തോലിക്ക സഭ പരിശുദ്ധനായിട്ടാണ് വാഴിക്കുന്നത്. പരിശുദ്ധൻ. അതാണ് ഞാൻ കണ്ട ഒരു വിരോധാഭാസമായിട്ട് തോന്നിയിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ എൻ്റെ വാക്ക് കടന്നു പോകത്തില്ല. അതുപോലെ എത്രയെത്ര വചനങ്ങൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാനും കഴിയുന്ന സർവശക്തനായ യേശുക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ, അല്ലാതെ മാതാവെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും മാതാവിനോട് മധ്യസ്ഥം യാചിക്കാൻ പറഞ്ഞിട്ടില്ല. മാതാവിനോടെന്നല്ല, ഒരു വിശുദ്ധരോടും പറഞ്ഞിട്ടില്ല മധ്യസ്ഥം യാചിക്കാനായിട്ട്. അതായത് ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് തിമോത്തിയോസ് 2:5 പറഞ്ഞു, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അതായത് ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. അപ്പം പിന്നെ ഈ പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുന്നു, അല്ലെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ എഫേസോസ് 6:18, ഞാൻ ഈ വചനം കൂടെ പറയുന്നത് എല്ലാവരും ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എഫേസോസ് 6:18 പറയുന്നത്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. എഫേസോസ് 6:18. അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ വിശുദ്ധരോടല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന ദൈവത്തിനാണ്, ആരാധന ദൈവത്തിനാണ്. ഇപ്പോൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ 40 ദിവസം 41 ദിവസം ഇവിടെ ഉപ്പീസെ പള്ളിയിൽ അതെല്ലാം ചൊല്ലുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 41 ദിവസം കഴിഞ്ഞാണ് സ്വർഗാരോഹണം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ചൂട് പിടിച്ചാണ് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ 41 ദിവസം ഇവിടെ ഭൂമിയിൽ തന്നെയാണ് ആളുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഉപ്പീസും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. യേശുക്രിസ്തുവിന് 41 ദിവസം ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 41 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന് അതിൻ്റേതായ ജോലികളുണ്ടായിരുന്നു. സ്ലീഹന്മാരെ രണ്ടുപേരെ പല സ്ഥലത്തേക്ക് അലോക്കേറ്റ് ചെയ്ത് പലരെ വിടുക എന്നുള്ള ജോലിയുണ്ട്.
അത് ചൂട് പിടിച്ചാണ് ഈ മരിച്ചു കഴിഞ്ഞ 41 ദിവസം ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെയില്ല. ഇവിടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻ്റായി, അതായത് പ്രകാശത്തിൻ്റെ കാൽ വേഗത്തിൽ, അതിലും വേഗത്തിലാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട് ദൈവത്തിങ്കിലേക്ക് പോകുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ആത്മാവിന് ഭൂമിയിൽ നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മയാണ് കന്യകാമറിയം. അതുപോലെ യേശുവിന് വേണ്ടി മരിച്ച, അല്ലെ യേശുവിനെ പോലെ വിശുദ്ധരായിട്ട് ജീവിച്ച ഒത്തിരി വിശുദ്ധന്മാരുണ്ട്. അവരെയൊക്കെ ബഹുമാനിക്കാം എന്ന് വിചാരിച്ച് അവരോട് പ്രാർത്ഥിക്കുന്നത് ബൈബിളിൽ പറയുന്നത് പ്രകാരം തെറ്റാണ്. കാരണം ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ ബഹുമാനിക്കാം. നമ്മുടെ വീടുകളിൽ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഫോട്ടോ വെക്കും, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ പുണ്യവാളന്മാരെ, മാതാവിനെയൊക്കെ അവരുടെ ഫോട്ടോ നമ്മുടെ വീടുകളിൽ വെക്കാൻ കുഴപ്പമില്ല. അവരെ വണങ്ങാം, അവരെ ബഹുമാനിക്കാം എന്നുള്ളതല്ലാതെ അവരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ചിന്ത. ഇതിപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ ഐഡിയയോ എൻ്റെ ചിന്തകളൊന്നുമല്ല. ബൈബിളിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച്, കാരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിള് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ ചെല്ലാൻ പാടില്ല. അതുപോലെ ഈ തിരുനാളുകളിൽ പ്രത്യേകിച്ച് ഈ എല്ലാ പള്ളികളും ഓരോ വിശുദ്ധന്മാരുടെ നാമധേയത്തിലാണ്. ചിലയിടത്ത് വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അല്ലെങ്കിൽ കന്യകാമറിയത്തിൻ്റെ പേരിൽ, ചിലയിടത്ത് 3 രാജാക്കന്മാരുടെ, ചിലയിടത്ത് ഗീവർഗീസിൻ്റെ. ശരിക്കും ആരാധനാലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ പേരാണ് വെക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയം, അല്ലെങ്കിൽ യേശു ക്രിസ്തുരാജ് ചർച്ചെന്നോ, അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം എല്ലാ പള്ളികളും. ഇപ്പോൾ ഹൈന്ദവരുടെ പള്ളികളാണെങ്കിൽ അവരുടെ ദൈവത്തിൻ്റെ നാമത്തിലാണ്, വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ, അതെല്ലാം അവർ ദൈവമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവർ ദൈവത്തിൻ്റെ ഓരോ അവതാരങ്ങളാണ് വിഷ്ണു, ശിവൻ. അപ്പം അവരുടെ പേരാണ്. അല്ലാതെ നമ്മൾ പക്ഷേ ഇവിടെ എല്ലാം പുണ്യവാന്മാരുടെ പേരാണ് പള്ളിക്കിടുന്നത്. അത് ശരിയാണോ? അത് ചിന്തിക്കേണ്ടതാണ്. എന്താണേലും കത്തോലിക്ക സഭ ബൈബിളിൽ അധിഷ്ഠിതമായിട്ട് പോകട്ടെ. ആ രീതിയിലുള്ള ചിന്തകളും പ്രബോധനങ്ങളും പോപ്പും അല്ലെങ്കിൽ അവരൊക്കെ നൽകട്ടെ. സാധാരണ ഒരു വിശ്വാസി ബൈബിളിൽ പറയുന്ന രീതിയിൽ പോവുക. പിന്നെ ഇതിനെല്ലാം അപ്പുറമായിട്ട് ബൈബിളിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലിയേക്കാൾ നല്ലതും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഏറ്റവും അൾട്ടിമേറ്റായിട്ട് വേണ്ടത് കരുണയാണ്. അതായത് അവസാനത്തെ വിധി ദിവസത്തിൽ, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അവസാനത്തെ വിധി ദിവസത്തിൽ യേശു ക്രിസ്തു ഇടതും വലതുമായിട്ട് ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ വിശന്നിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു എന്ന് ഈ നല്ല ആളുകളോടും മറ്റു ആളുകളോട്, ഞാൻ വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ല, ദാഹിച്ചപ്പോൾ എനിക്ക് കുടിക്കാൻ തന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക്. അല്ലാതെ നിങ്ങൾ പള്ളിയിൽ പോയോന്നോ അല്ലെങ്കിൽ നീ ഏത് ജാതിയാണോ മതമാണെന്നൊന്നും അല്ല നോക്കിയത്. പ്രവൃത്തി, അതായത് കരുണ, നന്മ, അതാണ് നോക്കുന്നത്. മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന ആളുകൾ, ആർക്കും ദ്രോഹമില്ലാതെ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ് അവസാന വിധിയിൽ യേശു ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട്, പ്രാർത്ഥനകൾക്കും എല്ലാത്തിനും ഉപരിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നന്മ ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകും എന്നാണ് യേശുവിൻ്റെ അന്തിമവിധിയിൽ കൂടെയും നാം മനസ്സിലാക്കേണ്ടത്.